ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോർജിയുടെ മനസ്സമ്മതം കൂടാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒരു ചുരം കയറാന്ന് കരുതി. കുറേ കാലമായി, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൂടിയില്ല. അപ്പോൾ ഒരിക്കൽ ഇതേമാതിരി ചുരം കയറി ഇട്ടിറങ്ങുമ്പോഴാണ് വണ്ടി ഓയിൽ സ്ലിപ്പായി, കാലൊക്കെ പരിക്കായി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളിന്ന് കയറിപ്പോയി. അങ്ങനെ ഏകദേശം 3 വർഷം അങ്ങനായി. അത് ഞാനുണ്ട്, അവാസുണ്ട്, പിന്നെ ഓനുണ്ട്, പിന്നെ ഈ വേട്ടാളനുണ്ട്, ലിജോ ഉണ്ട്, അനീസ് ഉണ്ട്, പയ്യനുണ്ട്, പ്രവാശുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ ഫൈൻ കിട്ടൂല. കവറ് പൈലൊക്കെ അതൊക്കെ ഇതല്ലേ ചെക്കൻ. മറ്റേ എന്തോ കുറിക്കാൻ വെള്ളക്കുപ്പിളിക്ക ബോട്ടിലാണ്. പക്ഷെ അപ്പൊ കാണുമ്പോ ഏരിയ സ്റ്റാർട്ടിങ് ആട്ടോ. ഇത് ചുരം തുടങ്ങിയിട്ടില്ല, വഴിക്കടവ് എത്തിയിട്ടുള്ളൂ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മെയിൻ വളവ് ഇത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് വളവ്. അങ്ങനെ അവളങ്ങനെ ഇറങ്ങിട്ടാ ഇവിടുന്ന് സ്റ്റാർട്ടിങ്. അതെ, ആ ചെക്കനാണ് വണ്ടി ഇപ്പഴല്ല സാധനം കിട്ടൂല. ചിന്നറ അങ്ങനെ ഉണ്ട്. ആ വണ്ടിന്റെ അഭിപ്രായം അങ്ങനത്തെ പറഞ്ഞോ. നൈസ് വണ്ടി, സാധാരണ ഞാൻ അങ്ങനെ നല്ല അഭിപ്രായം പറയാത്താണ്. മാരുതി എനിക്ക് വലിയ താല്പര്യമില്ലാത്താണ് പൊതുവെ. പക്ഷെ വണ്ടി അടിപൊളിയായിട്ടാകുമ്പോ സെൻട്രൽ സീറ്റ് ഒരു രക്ഷയില്ല. അതെ, നമ്മൾക്ക് ഒന്നും താല്പര്യമില്ല. ഇതിന് നെഗറ്റീവ് പറയണ മനുഷ്യനാണ് ഞാൻ. പക്ഷെ വണ്ടി അടിപൊളിയായിട്ടത്. അതെ, കേക്കുണ്ടെങ്കിലൊക്കെ കൊള്ളാം കേട്ടോ. ഇതാണ് 1ാം വളവ്. സോറി, ഞാൻ കാണിക്കാൻ ചെയ്യണ്ട. 1.5 വളവാട്ടോ. കൊള്ളാം കേട്ടോ. അത് കൊള്ളായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു കേട്ടോ. ഒന്നാളോ കഴിഞ്ഞ് വരുമ്പോ കാണിക്കാം. അതെ, അത്രേ ഉള്ളൂ. ചോര ഒന്നും ആയിട്ടില്ല. അതെ, 10ാമത്തെ വളവിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ 11ാമത്തെ വളവാണ് ഗൈസ്. അതെ, അത് കഴിഞ്ഞ 12 ചടിയ ചെങ്ങനെ വ്ളോഗിൽ അടിക്കണം. പിന്നെ എങ്ങനെ ഒരു വ്യൂസ് ഉണ്ടാവുക? അതെ, ആകെ വ്യൂ പ്രവാസ. പിന്നെ എന്തായാലും ഉണ്ടാവും ഉറപ്പാ. ഞാനെങ്കിലും കാണണ്ടടാ. അതെ, ഞാൻ പറഞ്ഞു അപ്പുറത്തെ കളല്ലേ ഓന്റെ വ്യൂറ ആ ചെക്കല്ലേ, ഓന എന്റെ ഇതിനോട് ചോദിച്ചു. അത് റിപ്പോർട്ട് അടിപ്പിക്കാനാട്ടോ നാട്ടുകാരെ കൊണ്ട്. ഞാൻ പറഞ്ഞു അതല്ല അമ്മ ഫുൾ പ്രിന്റ് ആണ് മാറ്റിയത്. ചെക്കനായി എടുത്തൊക്കെ നോക്കി. അതേടാ പലർക്കും കടിയത്തെ. ആ ചെക്കനോട് പോയിട്ട് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിക്കാണേ. പിന്നെ ഓന് മനസ്സിലായിട്ടുണ്ടാവില്ല ഏതാ സബ്സ്ക്രൈബ് ചെയ്ത. അൺസബ്സ്ക്രൈബ് ചെയ്യാനാണത് ചോദിക്കണത്. ഇല്ല ഭായ്, ഞാൻ അത്രക്കാരനേക്ക് നമ്മളെ ഇഷ്ടപ്പെടണല്ല. ഇങ്ങനെ ഈ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 കൊല്ലമായിട്ട് 46 ആളുകൾ തന്നെ നിൽക്കുന്നത്. അല്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യലല്ലേ ഭായ്, അതുകൊണ്ടാണ്. കുറവല്ലേ, വെറും 100 വീഡിയോ ചെയ്തിട്ടുള്ളൂ. 100 വീഡിയോ കിട്ടിയത് വെറുതെ പറയാ. നമ്മളിഷ്ടപ്പെടുന്നവര് മതി. ആ ചെയ്ത വീഡിയോ എണ്ണം കൂടിയില്ല ആൾക്കാർ. ഇന്നലെ എന്റെ വീഡിയോക്ക് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? ഞാൻ ഇന്നലെ പേരിലെത്തിയപ്പോട്ടേ എന്റെ വ്ളോഗിന്റെ മറ്റേ പെണ്ണുങ്ങൾ ലിങ്ക് ഇട്ട് കൊടുത്തു. നമ്മൾ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഹായ് അമലു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു അമലു മിക്കവാറും നാളെ ബ്രോസ്റ്റ് ഒക്കെ ഉണ്ട്, ഒരു സബ്സ്ക്രൈബേഴ്സിലേക്ക് ഗിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മാക്കൊരു ഫുൾ ബ്രോസ്റ്റ് കമന്റ് ഇട്ടീന്. യു ആർ ദ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടാണ് ആ പൊളിഞ്ഞത് അല്ലേ? ഇവിടെ നല്ലൊരു ചെക്കുണ്ട്. ഇവിടെ കുറച്ച് പൊളിഞ്ഞോടന്നു കുറെ കാലം. അല്ലടാ, ഈ ഏരിയയിലാണ് കുറച്ച്, ഈ വീതിയിലെ ഏരിയയിലാണ്. ഇവിടെ പണിഞ്ഞു 2ാമത് ടാറിട്ട് വീണ്ടും കൊളായി. അതെ, മറക്കുവോ? ഊട്ടി കായത്തോ രാത്രി പോയപ്പോ രാത്രി പോയപ്പോ അവിടെ തണുപ്പുണ്ടാവും, ഒരു ക്ലൈമറ്റ് ചേഞ്ചും ആയി.
ഊട്ടിക്ക് എത്തണ്ടടാ. എടാ അനീസ ആ സൂയിസൈഡ് പോയിന്റ് അവിടെ നിന്ന് അങ്ങോട്ടല്ലോ മറ്റേ ഇത് പൈന് സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെയാണ് ആ പൊളിഞ്ഞ സ്ഥലം. ഇവിടെയാണല്ലേ? ഓക്കെ സോറി ഗായ്സ്, എന്റെ അടുത്തില്ല, എന്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെയാണ് ഇവരിടക്കിടക്ക് വരാറുണ്ട്. ഇവിടെ കയറി റെഡിയാക്കിയില്ല, ഇവിടെ റെഡിയാക്കാൻ പറ്റൂല അല്ലേ? എടാ അവിടുന്ന് ചെക്കന്മാരൊക്കെ ചാടിച്ചാനൊക്കെ വരുന്നുണ്ട്. എവിടുന്ന്? കൂടുതലൂർക്ക് രാത്രിക്ക് വരിക, എന്നിട്ട് ചാടിച്ചാണ് പോവുക. പണ്ട് നമ്മള് വന്നില്ല, ഇതിന് വൈബല്ലടാ. പണ്ട് നമ്മള് വന്നില്ല. ഞാൻ ബുള്ളറ്റും കൂടെ ഒറ്റക്കൂടെ വരാറുണ്ടല്ലോ. കാറോര് വരാറുണ്ട് നമ്മുടെ എന്റെ കാറോര്. ലിജോനെ ഒരു സജ്ജ് വായിച്ചെടുപ്പിട്ട് കൊടുത്തില്ല ഇങ്ങോട്ട്. പിന്നെ അന്ന് തിരിച്ചെന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഊട്ടടിച്ച് പോന്നില്ല. അതെ അതെ പെട്രോൾ കഴിഞ്ഞോ? സംശയം വെറുതെ അങ്ങനെ പോകുന്നു. വെറുതെ പറയാ. ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാറേയില്ല ഗിയറിലല്ലാതെ. വെറുതെ പറയല്ല കേട്ടോ. എണ്ണ ഞാൻ നോക്കാറേയില്ല. അത് വിട്. കാശില്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ട് വീട്ടിലേക്ക്. നോക്കാത്ത പ്രശ്നമാണത്. അത് അങ്ങോട്ട് പോയപ്പോഴൊന്നും ആയിേ, ഇങ്ങോട്ട് വന്നപ്പോഴല്ല. അങ്ങോട്ട് പോയപ്പോ കറക്റ്റ് 12 കിലോമീറ്റർ ആ ചെറിയ ടാങ്ക് ആയിരുന്നു. എന്നിട്ട് ചെറിയ ടാങ്ക് ആയിരുന്നു. കുറച്ച് ഇരുട്ടായി. എടാ ഇപ്പൊ പോകുമ്പോ കാനുണ്ടെങ്കിൽ എന്തായാലും കാട്ടാ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോ കറക്റ്റ് പമ്പത്തിയപ്പോ നിന്ന് വണ്ടി അതിന്റെ മുന്നില് അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയി അന്ന്. അത് വിട്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങോട്ട് പോയപ്പോ ശരി ശരി ഓക്കെ സാർ. യെസ് സാർ. പറഞ്ഞ കുറച്ച് ടിപ്സ് എടുക്കട്ടെ. നല്ലതാഹണം പാസ് കനിയണം. ഡ്രൈവിംഗിൽ പെട്ടോണ്ട് കിടക്കാണ്. ചോറ് ബാക്കിട്ടോ? ചാത്താന്നോ? ചാത്ത എന്താ ചാത്താന്ന് വിളിച്ചു? അതെ, വല്യമ്മ ചുണ്ടും. പിന്നെ തമിഴ്നാട് റോഡ് എത്തിട്ടോ, ബോർഡർ കഴിഞ്ഞോ. റോഡിന്റെ കൊലം മാറി ചെറുതായി ചെയ്ത് ഫുള്ള് കട്ടറായി. പക്ഷെ പണ്ട് അടിപൊളി. പണിയായല്ലോ. അതല്ല സാധനം ഉണ്ടാവില്ല അന്റെ വിശ്വാസം. അല്ല ഇതിലിപ്പോ 0 കാണിക്കുന്ന, റേഞ്ച് ഒന്നും കാണിക്കണില്ല. നേരത്തെ 60 ഇവിടെ കയറാൻ നിന്നാ മൈലേജ് കുറവാ. 12 ഭയങ്കര കുറച്ച് ഇതില്ലേ ചെറുത്. പക്ഷെ 7 സീറ്റർ അല്ലടാ, വണ്ടി വലിപ്പല്ലേ? അതെ, വണ്ടി നല്ല സുഖം ഓടിക്കാൻ. മതി. ലോങ്ങൊക്കെ പോകുമ്പോ നല്ല നമ്മള് ഗൂഡല്ലൂർ ടൗണിലെത്തിട്ടാ. ഇടയിലൊക്കെ വീടെടുക്കാനൊക്കെ ഫുള്ള് പാട്ടൊക്കെ കേട്ട് ചില്ല ഇങ്ങനെ ഫുള്ള് മറന്ന് വീടെടുക്കാനൊക്കെ. ഉറങ്ങി ചത്ത്. ഈ കോഴിയെ കണ്ടില്ലേ ചില നേരത്ത് തൂല് ശരിയാക്കണി അതേമാതിരി അഭിനയിക്കണ്ടല്ലോ വ്ളോഗില്. അതെ അതെ, തൊള്ളോർക്കണില്ലേ തൊള്ളോർക്കണില്ലേ ഓന് പരാതി. തൊള്ളാണ് തുറന്നപ്പോ കുടുങ്ങിക്കണ്. ഞാൻ പറഞ്ഞോ? ഓൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. അല്ല പറയാൻ പാടുണ്ടോ? എന്റെ ആകെ വ്യൂവറല്ലോ ഓനെ പറയാൻ പാടുണ്ടോ? അവജില്ല വ്യൂവറല്ലേ? ലിങ്ക് അതെ, ഞാൻ ഇന്നലെ കയറിയപ്പോ ഇഞ്ഞം കണ്ട് ഞാനുണ്ടാവും. ആ പിന്നല്ലാതെ കാണേ നമ്മളും ഒരു സംരംഭല്ലേ. അതെ, കൂടെ കൂടെ അങ്ങനെ പറഞ്ഞ ആരും കൂടില്ല. സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് പൊളി പൊളിക്കും. അതാണ്, അത്രേ ഉള്ളു. നമ്മള് എല്ലാരേറ്റും അപ്പൊ അങ്ങനെ വേർതിരിവൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഇന്നാളെന്നില്ലേ വലിയ സംഭവം ഇന്നാള് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഒരേ മതി ചില്ല്. അങ്ങനെ ഞങ്ങള് പൊക്കോണ്ടിരിക്കാണ്. ടൗണ് കഴിഞ്ഞു തുടങ്ങി. അതിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി റോഡുണ്ട്, പിള്ളേര് ഓഫ് റോഡൊക്കെ ആയിട്ട്. പക്ഷെ ഈ വണ്ടി നടക്കൂല. അടിപൊളി സ്പോട്ടാണ്. മലയൊക്കെ കയറി വേറെ മൂടില്ല. അതിലെ പോയ വെറുതെ റോഡ് ഉണ്ട്, അതിലെ പോയ ഓഫ് റോഡ് ഉണ്ട്. അതിലേ പോയിക്കണ്. ഫിന്നിന്റെ ഒരു കുടുംബക്കാരെ അല്ലേ? അടിപൊളി സ്ഥലല്ലേ? സിംഹമേ സിംഗം സിംഹം ഈ തേൻ ഒറിജിനൽ ലിജോ? അത് കൊറേ ടൈപ്പാണ്. അല്ല അവരതിന്റെ മറ്റേ ഇതൊക്കെ പലകൊക്കെ കൊടുന്ന് നോക്കണ്ടല്ലോ വെക്കാന്. യോ മാരക വണ്ടി പോകുന്ന ചെക്കന്മാരൊക്കെ. നമ്മള് ഏകദേശം അത്യാവശ്യം നല്ല ടോപ്പിലെത്തി. നമ്മളൊരു സ്ഥിരം പേര് സ്പോട്ട് ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കാറുണ്ട്. നല്ല രസമാണ്. അത് ഇരുട്ടാണെങ്കിൽ നടക്കൂല, ലൈറ്റിങ്ങിന്റെ നോക്കാം.
ഫോട്ടോ കൊണ്ട് ഫോണാണെന്ന് അറിയും. നല്ല പിന്നെ എന്താ പറയാ ഏകദേശം സൂയിസൈഡ് കേട്ട് സൂയിസൈഡ് പോയിന്റ് അവിടെ എത്താനായി. ഇവിടെ ഒരു 2-3 കിലോമീറ്റർ പിന്നെ ഒരു 3 കിലോമീറ്റർ അങ്ങനെ ഫസ്റ്റ് ഒരു 3 കിലോമീറ്റർ പിന്നെ ഒരു 3 കിലോമീറ്റർ. അതെ ആ ചിപ്സിനകത്ത് ചിപ്സിനകത്ത് മറ്റേ ഇതുണ്ടായിരുന്നു, എന്ത് കറിവേപ്പിലൊക്കെ പകരം മറ്റേ നല്ല കരിക്കത്തെ. ഒന്നുമില്ലടാ, ഒന്നുമില്ല, എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. പിന്നെ ഉപ്പിന് പകരം മറ്റേ പൊടി ചിപ്സ് വെളിച്ചെണ്ണയിലെ പൊരിച്ചതിനെ. വേറെ വേട്ടളിയുണ്ട് കണ്ടോ. ഫുഡും കഴിച്ച് നല്ല ചിക്കൻ കറിയും തൈരും നെയ്ച്ചോറും ഒരു പഴമൊക്കെ കയറ്റി പോരാതെ ഷേക്കും കുടിച്ചുണ്ടോ കിടന്ന്. പിന്നെ 1 കിലോ ചിപ്സും 1 കിലോ ചിപ്സാണ് കയറ്റി. അതൊക്കെ തീർക്കും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പിടിച്ചതാ. പിടിച്ചേക്ക്, ആവശ്യം വരും. പാട്ടില് കുറച്ചിട്ടുണ്ട്. മറ്റേ 3 തൊഴിലുറപ്പ് പരിപാടിക്ക് അതെ അവിടെ അത് തൊഴിലുറപ്പല്ല, ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ പണിക്കാൻ വന്ന ആൾക്കാരാണ്. അല്ലടാ അത് കണ്ട വെട്ടി തയ്ക്കണുണ്ടോ? അല്ലടാ സൈഡൊക്കെ വെട്ടിക്കണുണ്ടോ ഒരു മോയന്റെ? അതൊരു തോട്ടത്തിൽ കഴിഞ്ഞപ്പോ എല്ലാ ജന്തുക്കളും കണ്ടായത് വെട്ടിയേക്കണം. നാടൻ മോയന്താട്ടോ. ഏറെക്കുറെ ഇത് കുറെ ഫോറിൻ മോയൻ ഒന്ന് പോവാൻ അയ്യോട്. നമ്മള് ആദ്യം തീരുമാനിക്കുക ആരാണ് യഥാർത്ഥത്തിൽ മോയന്നല്ലേ. ഞാൻ നാട്ടിലാണെങ്കിൽ പോറിനാണ്. രണ്ടാലും മോയന്താണ്. സ്റ്റാൻഡേർഡാ മോയന്താണോ പോറിനായാലും എന്തേലും മോയന്ത് തിങ്കളാഴ്ച പുറത്തേക്ക് ഫോട്ടോ കിട്ടില്ലേ പ്രവാസിന്റെ നാടുമുള്ളിന് പിന്നെ ഒരു 10 മണി കിട്ടിയാ മതി. ചാക്കട്ട് കറക്കി പോട്ടെ. ഞാൻ ബാക്കിലാണെങ്കിൽ വളച്ച് കാണുമ്പോ ഫ്രണ്ടിലാണ്ട് വലിയ സീനില്ല. ചൊരങ്ങയ്യേ ഇവിടെ എങ്ങനെ പോവാൻ പറ്റുള്ളൂ? എന്തിനാണ് തേന് കാണാനില്ല. അണ്ണന്മാരും കൊള്ളാം, നല്ല അടിയിട്ടു. അവിടുന്ന് ബസ് കയറി പോകേണ്ടേ? അവിടെ ഒന്നുമില്ല, സംയമനം പാലിക്കുക ചില സമയത്തൊക്കെ. അവിടെ കുറച്ച് കുട്ടികൾ നിൽക്കണ്ട തന്നെ, വേറെ എടുക്കുമ്പോ എല്ലാം ഒന്നും ഇടൂലല്ലോ, കുറെ എഡിറ്റ് ചെയ്തിട്ടല്ലേ പോകുള്ളൂ, നല്ല മാത്രമല്ലേ ഔട്ട് ആക്കുള്ളൂ. അല്ല നിങ്ങളതൊക്കെ എന്റെ ചാനലിൽ റിപ്പോർട്ട് അടിക്കട്ടെ ഒരു എന്റെ 49 ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിന്റെ ചാനലിൽ 100 ആൾക്കാരെ റിപ്പോർട്ട് അടിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മളെ പരി തന്നെ ഇട്ടും 5 ആൾക്കാര്, അതായത് 4 പരിക്കാരെ ഫുള്ള് റിപ്പോർട്ട് അടിച്ച് ചാനലേ പൂട്ടിട്ടോ. തുണകളൊക്കെ പൂട്ടിക്കാരായിട്ട് ഞാൻ കരാറുള്ളേ. പണ്ടൊക്കെ ഉണ്ടല്ലേ മറ്റേ എന്തെങ്കിലും അപേക്ഷ കൊടുക്കാൻ പഞ്ചായത്ത് 10 വീട്ടിൽ ഒപ്പിട്ട് വാങ്ങാ. രാവിലെ പ്രവാസം ഇറങ്ങും ഒരു പേന പേപ്പർ കൊണ്ട്. എന്റെ അയലോക്കത്ത് നിന്നൊക്കെ എടുത്താണ്ട് റിപ്പോർട്ട് അടിക്കുന്നതാണ്. പ്രവാസം വിചാരിച്ച നടക്കട്ടോ. പ്രവാസത്തിനുള്ള അതിന് മാത്രം വൻ ചാനലോ പൊങ്ങി തന്നെ ഒരാളാണ്. അതായത് 100K ആവാനായില്ല. ഇനി എത്ര മതി? 99,000 എവിടെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എത്ര ആണോ? ആകെ 4 ആൾക്കാരുണ്ട്. അതിനൊന്ന് ഞാൻ 100 കഴിഞ്ഞോ? അങ്ങനെയല്ല, 100 കഴിഞ്ഞിട്ടില്ല. 4 കാരണന്മാര് വലിയ കാരണവര് ചെക്കാം. ഇനി അടുത്തതിൽ പറയണം, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് എന്ന് പറയണം. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കാരണം വ്യൂ ഉണ്ട്. അത് 46 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് 48 വ്യൂ ഉണ്ട്. അപ്പൊ 2 ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിച്ചിട്ടും പൊട്ടിയിട്ട് ഒന്നുകൂടി അടിച്ചു. ചത്തീന് ഇതാണ് സാധനം. വൈക്കട കൊണ്ട് തിരിഞ്ഞപ്പോ തുടങ്ങി യുക്കാലി. അത് നോക്കണ്ട, എന്നെ തന്നെയാണ് വൈക്കട തുടങ്ങി യുക്കാലി. ഇതാണ് യുക്കാലി. ഇനിയിപ്പോ കഴിഞ്ഞ് യുക്കാലിയുടെ കഴിഞ്ഞ്. ഇനി അടുത്ത എന്താ നോക്കാം. ഇപ്പൊ തൽക്കാലം എത്ര ഉള്ളൂ, ബാക്കി പിന്നെ തന്നെ. പിന്നെ ഇതാണ് ഏരിയ, നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മളെ ഏകദേശം സ്ഥലത്തെത്തി. ഫുള്ള് ഏരിയൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സംഭവങ്ങളൊക്കെ പുതിയതാ, ഈ സാധനങ്ങളൊക്കെ പുതിയതാ. നടന്നായി ഇവിടുന്ന് എന്തേ അതല്ലടാ, ഈ ഇതൊക്കെ ഒന്നുമില്ല ഇവിടെ, ഇങ്ങനെ കളിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ഒന്നല്ല. നമ്മളെ നേരെ വ്യൂ പോയിന്റിലോട്ട് പോകാം, കാണാം.
ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. നേരത്തെ സെറ്റ് ആക്കിട്ട് വരണം. സ്റ്റെപ്പ് ഒക്കെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ. രണ്ടാൾ കൂടെ കൂടി കുഴപ്പമുണ്ടോ? രണ്ടാൾക്ക് കൂടെ കൂടി അല്ല, രണ്ടാൾക്ക് കൂടെ കൂടി കുഴപ്പമുണ്ടോ? അല്ല ചോദിക്ക. സംഭവം കൊള്ളട്ടോ. സംഭവം സ്ഥലം പണ്ട് വന്നിട്ട് ഞാനും പിന്നെ ഈ ഒരുത്തൻ രാവിലെ എന്നോട് പണിയില്ലെങ്കിൽ നമുക്ക് ചായ അടിക്കാൻ പോകാം. വർക്കിംഗ് ഡ്രസ് നിൽക്കുക പോന്ന് ഊട്ടി കണക്തി. അതെ, ഞങ്ങള് പോയപ്പോ ഇവിടെയും കഴിഞ്ഞ് ഞാൻ ഫുള്ള് സെറ്റ് ഇവിടുന്ന് ചായ അടിക്കല്ലേ. പോട്ടെ, കുറച്ചുകൂടി പോട്ടെ. പോന്ന് ഊട്ടി എത്തിയിരുന്നു. അതെ, അന്ന് സംഭവം ഒന്നുമില്ല. അന്ന് കോൺക്രീറ്റ് ഒന്നുമില്ല. അതെ, കുറച്ചുകൂടി റേറ്റിൽ മാറ്റൊന്നുമില്ല. 20 റുപ്യ അന്നൊന്നും. സംഭവം കൊള്ളാം. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോന്റെ അച്ഛനുണ്ട് ഇപ്പോഴും ഉണ്ട്. അതെ, അന്നത്തെ അടിപൊളി സംഭവം. അങ്ങനെ തൂണൊക്കെ ചരിഞ്ഞ ഫോട്ടോ എടുത്തില്ലേ? അതെ, കുറെ ഫോട്ടോ, കളർ ഫോട്ടോസ്, ചാടണ ഫോട്ടോ, മറിയണ ഫോട്ടോ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ആ കുന്നിൻ്റെ അവിടെ പോയി ബുള്ളറ്റും കൊണ്ട്. പഴയൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, 90 മോഡല്.